ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗത മന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90ാം വാർഷികം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8-ന് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1956-ൽ ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും. ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശി മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പം ഉണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66ന്റെ ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. admission.vhsc.portal.kerala.gov.in-ലാണ് 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര, ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,11,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി, മൈസൂർ, മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായി ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗത മന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.